പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ നെക്സ്റ്റ് ഡേ കീത്തുന് ഇതുവരെ ഇല്ലാത്തൊരു പെയിൻ. ആ ടൈമിലാണെങ്കിൽ ഞാൻ വീട്ടിലുമില്ല. കോൾ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് സീരിയസ് ആണെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലൊന്ന് നോക്കുമ്പോൾ എണീക്കാൻ പറ്റാതെ വയറ് കുത്തിപ്പിടിച്ച് ഫ്ലോറിലിരുന്ന് കരയാണ്. ഞാൻ ഇതുവരെ കീത്തുനെ അങ്ങനെ കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെ എടുത്ത് കാറിലിരുത്തി തൊട്ടടുത്തുള്ള ഒരു NHSന്റെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. ഇവിടെ UK-ല് നമ്മുടെ നാട്ടിലെ പോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കാർ ഓടിച്ച് കയറ്റുമ്പോഴേക്കും അവർ സ്ട്രക്ചറായിട്ട് ഓടി വരുമൊന്നുമില്ല. നമ്മൾ തന്നെ നടന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തണം. അവർക്കും കുറച്ച് സീരിയസ് ആണെന്ന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ഒടുങ്ങി അവരൊരു മെഡിസിൻ കൊടുത്ത്. കാരണം അതുപോലെ പെയിൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ UK-ൽ എത്തിയിട്ട് ഇതുപോലെ പേടിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റിന് കൊടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കായിരുന്നേ, കീത്ത് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിലോ എന്ന്. ഇപ്പൊ ഞങ്ങളെ പോലെ പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും കപ്പിൾസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അർജന്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഓടി എത്തുന്ന ചെറിയൊരു ഫ്രണ്ട് സർക്കിളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഒന്നും കൂടി ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ UK, കാനഡ പോലുള്ള കൺട്രീസിലാണെങ്കിൽ. എനിക്ക് അവിടെ കുറെ കസിൻസ് ഉണ്ട്, ഇവിടെ കുറെ കസിൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് ഓടിയെത്തുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവണം. ഞാനത് പറയുമ്പോൾ ഒരു 3-4 ഫ്രണ്ട്സിന്റെ ഫേസ് എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ്. ഇന്നത്തെ ദിവസം ആദ്യം കുറച്ചൊന്ന് പേടിച്ചെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞ സന്തോഷമായി. നാളത്തേക്ക് ഒരു ഡീറ്റെയിൽഡ് സ്കാനിങ്ങും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്.